ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 57-ാം വാക്യം. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞു തരികയാണ്. പലപ്പോഴും അച്ഛനും പറയുന്നത് ഇത് തന്നെയല്ലേ, കുർബാനയെ സ്നേഹിക്കാനായിട്ട് പറ്റണം. കാരണം കുർബാന എന്ന് പറയുന്നത് ഈശോയാണ്. ആ ഈശോയെ ആഴമായ വിശ്വാസത്തോടുകൂടി എനിക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നങ്ങളിലും അവൻ എന്നെ കരം പിടിച്ച് നടത്തും. പക്ഷെ നമ്മളൊക്കെ ഇന്ന് ഈ കുർബാനയുടെ അർത്ഥം എന്താണെന്നോ ഇതിന്റെ പ്രാധാന്യം എന്താണെന്നോ മനസ്സിലാക്കാതെ നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. കുർബാനയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് മറ്റു പലതിനും നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട് അല്ലെ. മധ്യസ്ഥ പ്രാർത്ഥനകള്, വിശുദ്ധര്, ഇവർക്കൊക്കെ വിശുദ്ധ കുർബാനയേക്കാൾ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. കുർബാനയേക്കാൾ പ്രധാനപ്പെട്ടതല്ല ഇവരൊന്നും. കാരണം കുർബാന എന്ന് പറയുന്നത് എൻ്റെ ഈശോയ, എൻ്റെ ഈശോ എഴുന്നള്ളി വരിക എൻ്റെ കൂടെ വസിക്കാനായിട്ട്, എൻ്റെ ശരീരത്തിന്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട്, വിശുദ്ധ കുർബാനയായിട്ട് ഒരു ഗോതമ്പ് അപ്പമായിട്ട് അവൻ എളിമപ്പെടുകയാണ്. കാരണം എന്താ? എൻ്റെ കൂടെ എന്നും വസിക്കണം. ഈ ഈശോയേക്കാൾ പ്രധാനപ്പെട്ടതാണോ വിശുദ്ധരും മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ? പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ കുർബാനയേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് പല വിശുദ്ധരെയും നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുർബാന മാറ്റി വെച്ചിട്ടും ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും വിശുദ്ധരുടെയും പിന്നാലെ ഓടുന്നവരുടെ എണ്ണം ഇന്നേറി വരികയാണ്. അവരോട് ഈശോ പറയുന്നു, മോനേതേ നീ എന്നെ ഭക്ഷിച്ചാല്, വിശ്വാസത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിച്ചാല് നീ ഞാൻ മൂലം ജീവിക്കും. ഉള്ളിൽ ഈശോ ഉണ്ടായിരിക്കണം. ഈശോയെ ഉള്ളിൽ കൊണ്ട് നടക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അതുകൊണ്ടാ പൂർവികരൊക്കെ പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നല്ലേ. കുർബാനയിൽ പങ്കെടുത്തിട്ട് ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും നന്മയുണ്ട്. അതൊക്കെ അനുഭവിച്ചു വരും. പലരും പറയാറുണ്ട്, 10-25 വർഷമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഞാൻ ദിവസം ആരംഭിക്കുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവനെ സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിനവും ആരംഭിക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ട്. അത് വേറെ എങ്ങും നിന്ന് നമുക്ക് ലഭിക്കത്തില്ല, ഒരിക്കലും ലഭിക്കത്തില്ല. അതുകൊണ്ടാ ഈശോ പറയുന്നത് വിശുദ്ധ കുർബാനയായ ഈശോയെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യമുണ്ടോ? പലപ്പോഴും ഇന്ന് കുർബാന എത്രയും പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുവാണെങ്കിൽ എത്രയോ സന്തോഷം. എത്രയും പെട്ടെന്ന്, അതും കടമുള്ള ദിവസങ്ങളിൽ മാത്രം ചടങ്ങ് തീർക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. പ്രാർത്ഥനയൊക്കെ എത്രയും ചുരുക്കാവോ അത്രയും ചുരുക്കിയാൽ ഒത്തിരി സന്തോഷം. എത്രയും പെട്ടെന്ന് കുർബാന തീർക്കാവോ അവിടേക്ക് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്താ ഈ കുർബാന? എന്താ ഇതിന്റെ അർത്ഥം? എന്ത് ജീവിതത്തിൽ മനസ്സിലാക്കാത്തവരാ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് കുർബാനയായ ഈശോയെ നമുക്ക് സ്നേഹിക്കാം. കുർബാനയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കാം. സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കണം. കുർബാനയോടുകൂടി ഓരോ ദിനവും ആരംഭിച്ച് ഈശോയെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ആ ഈശോയുമായിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എപ്പോഴും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.